ഗാസയുടെ മണ്ണിനടിയിൽ ഇന്ന് മനുഷ്യർക്കുള്ള അഭയശാലകളല്ല, ഭീകരതയുടെ ടണലുകളാണ് പടർന്നു കിടക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഹമാസ് നേതാക്കൾ നിർമ്മിച്ചത് സ്കൂളുകളോ ആശുപത്രികളോ അല്ല, പകരം ആയുധങ്ങൾ ഒളിപ്പിക്കാൻ മരണത്തിന്റെ ഇരുണ്ട വഴികളാണ്. ഹമാസ് നേതാക്കൾ സുരക്ഷിതമായ ബങ്കറുകളിലും വിദേശ രാജ്യങ്ങളിലെ ആഡംബര ജീവിതത്തിലും ഇരിക്കുമ്പോൾ ഗാസയിലെ സാധാരണ ജനങ്ങൾ ബോംബുകൾക്ക് മുന്നിൽ മനുഷ്യകവചമായി മാറുന്നു. പ്രതിരോധം എന്നവർ വിളിക്കുന്നതെന്ത്? അത് പ്രതിരോധമല്ല, അത് തീവ്രവാദ രാഷ്ട്രീയമാണ്. ടണലുകൾ വഴി കടത്തുന്ന ഭക്ഷണമല്ല, മരുന്നുകളല്ല, പകരം റോക്കറ്റുകളും ആയുധങ്ങളും. ഗാസയിലെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത് പുസ്തകങ്ങളാണ്, പക്ഷേ അവർ കേൾക്കുന്നതോ വെടിയുണ്ടകളുടെ ശബ്ദവും. ഹമാസ് തീവ്രവാദികൾ ഒരു ജനതയുടെ ഭാവിയെ സ്വന്തം രാഷ്ട്രീയ അജണ്ടയ്ക്കായി ബലിയാടാക്കുകയാണ്. ഗാസ നശിക്കുന്ന ഇസ്രായേൽ ബോംബുകൾ കൊണ്ട് മാത്രമല്ല, അതിലുപരി ഹമാസ് നേതാക്കളുടെ തീരുമാനങ്ങളാലാണ്. ടണലുകൾ ഗാസയെ രക്ഷിച്ചില്ല, അത് ഗാസയെ ഒരു മരണക്കുഴിയാക്കി. ഇത് മതത്തിന്റെ പോരാട്ടമല്ല, ഇത് മനുഷ്യരെ ഉപയോഗിച്ച് അധികാരം പിടിച്ചു പറ്റുന്ന തീവ്രവാദത്തിന്റെ കഥയാണ്. ഹമാസ് നേതാക്കൾക്ക് യുദ്ധം ഒരു രാഷ്ട്രീയ ആയുധം, പക്ഷേ ഗാസ ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു മരണശിക്ഷയും. ഇനി നിങ്ങൾ പറയൂ, ഗാസയെ മോചിപ്പിച്ചതാര്, അല്ലെങ്കിൽ ഗാസയെ തകർത്തതാര്?